ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പോകുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്, ജടായുപ്പാറ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രചോദനം നൽകിയ സ്ഥലമാണ്. ഞാൻ കുട്ടിക്കാലത്ത് താമസിച്ച സ്ഥലമാണ്. കുട്ടിക്കാലം മുതലേ ഞാൻ വളർന്നത് കുറേ നാളുകൾ ചടയമംഗലത്തായിരുന്നു. ചടയമംഗലം എന്നറിയപ്പെടും, പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ പേര് ജടായുമംഗലം എന്നായിരുന്നു. അത് പറഞ്ഞ് ചടയമംഗലമാക്കി. പക്ഷേ ഇപ്പോൾ വളരെ ഫേമസ് ആണ് ജടായുപ്പാറ എന്ന് പറയുന്നത്. എർത്ത് സെൻറ്റർ എന്ന് പറയുന്ന വളരെ അട്രാക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര. നമുക്ക് രാമായണം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ജടായുപ്പാറയിൽ പോകും. ഉയരങ്ങളിൽ ചെന്ന് കുട്ടിക്കാലം മുതലേ ഞാൻ നോക്കുമ്പോൾ ഭഗവാന്റെ കിരീടം താഴെ നിന്ന് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇവിടെ 12 അടി ഉയരമുള്ള ശ്രീരാമസ്വാമിയുടെ ഒരു വിഗ്രഹമുണ്ട്. കുട്ടിക്കാലം മുതൽ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ജടായുപ്പാറ കയറണം. പക്ഷെ അന്ന് മുകളിൽ കയറുന്ന അത്ര എളുപ്പമല്ല. കൂട്ടത്തിലാരും വരാനും തയ്യാറാവത്തില്ലായിരുന്നു. പക്ഷെ ഭഗവാന്റെ കിരീടം ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നിങ്ങൾക്ക് ക്യാരി ചെയ്യാനൊരു റോപ്പ് വേ വെഹിക്കിളുണ്ട്. ആ റോപ്പ് വേയിലൂടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ കയറാൻ കഴിയും. ഒരു എൻട്രി ഫീ 250 രൂപ ഒരാൾക്ക്. പിന്നെ ആ റോപ്പ് വേയിൽ കയറാൻ 250 രൂപ. പക്ഷേ ഇറ്റ്സ് വർത്ത്. ഒരിക്കലെങ്കിലും നമ്മൾ പോകണം. പിന്നെ സ്റ്റെപ്സ് വഴി മുകളിൽ കയറി പോകാം. അത് കുറച്ച് പ്രായമുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും സൈഡിൽ കൂടെ. പിന്നെ ഈ റോപ്പയിലൂടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇതേ സ്പോട്ടിലാണ് ഭക്തജടായു, വീരജടായു സീതാദേവിയെ രാവണിൽ നിന്നും രക്ഷിക്കുന്ന ആ ഒരു ശ്രമത്തിൽ നിന്നും അതിൻ്റെ ഇടയിൽ ചിറകറ്റ് വീണ ഇതേ സ്ഥലമാണ്. അതേ രീതിയിലാണ് അതിഗംഭീരമായിട്ട് ഒരു വിഗ്രഹത്തെ നിർമ്മിച്ചിരിക്കുകയാണ്. അഞ്ചിലുള്ള ഒരു ശില്പിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 50% വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 50% എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മൾട്ടി ഡയമെൻഷണലായിട്ട് ഒരു രാമായണ ലീലകൾ കാണിക്കാൻ പോവുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇവിടെ വരേണ്ടതാണ്. മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ അതിസുന്ദരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ചുറ്റുമുള്ള ആ ഒരു ഉയർന്ന സ്റ്റോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലൊരു സ്പോട്ടാണ്. ധ്യാനിക്കാനും ജപിക്കാനും ഒരുപാട് വിദേശികളും ഇവിടെ വരാറുണ്ട്. ഇവിടെ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജടായുവിനെ നമസ്കരിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ആൻഡ് ഹോണർ ഓഫ് വുമൻ. സ്ത്രീജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ മാനത്തിനും വേണ്ടി സമർപ്പിക്കുന്നു. വളരെ നല്ലൊരു വചനമാണ് അത്. ഇന്നത്തെ ജനറേഷനിൽ സ്ത്രീജനങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നൊരു സമൂഹമാണ്. ചില സ്ത്രീജനങ്ങൾ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് പറയും. തെറ്റില്ല. പക്ഷേ അവരുടെ അവകാശം എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്ന സ്ത്രീജനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല. ചില സ്ത്രീകൾ അവരുടെ അവകാശത്തിന് വേണ്ടി എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ പല ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. പുരുഷ വിദ്വേഷികളായിട്ട് നടക്കുന്നു. അതേസമയത്ത് ചില ആണുങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും എക്സ്ട്രീമാണെന്നേ അടിയൻ പറയൂ. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ബലമുണ്ട്. സ്ത്രീകളെ ബഹുമാനിക്കാത്ത സമൂഹം അതൊരു സമൂഹമല്ല, അതെപ്പോഴും നാശത്തിലേക്ക് മാത്രമേ പോകും. രാവണൻ ഇത്രയും ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ ബലവും ബുദ്ധിയും എപ്പോഴും ഉപയോഗിച്ചത് സ്ത്രീകളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ ജനറേഷനിൽ ഇന്ന് പല പല ക്ഷേത്രങ്ങളിലും പല ക്ഷേത്ര വിശ്വാസമില്ലാത്തവരും അല്ലെങ്കിൽ ക്ഷേത്രം വിശ്വാസമുള്ളവരും പുരാണങ്ങൾ പഠിക്കുന്നവരും അതിൽ ചില വ്യക്തികൾ രാവണനെ ഹീറോ ആയിട്ട് കാണാറുണ്ട്. എത്ര വലിയ ഹീറോ ആണെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയത്തില്ലെങ്കിൽ, അവൻ്റെ ബലം സ്ത്രീജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പുരുഷനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ശ്രീരാമസ്വാമി നോക്കൂ, മര്യാദാ പുരുഷോത്തമൻ, ഏകപത്നി വ്രതൻ, അന്യ സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കത്തില്ല. അതേ സമയത്ത് രാജ്യത്തിന് വേണ്ടി താൻ സ്നേഹിക്കുന്ന ഇതേ ഭാര്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ നേരിട്ട, പ്രശ്നങ്ങളെ അതിജീവിച്ച് അതേ ഭാര്യയെ തന്നെ രാജ്യത്തിന് വേണ്ടി, പ്രജകൾക്ക് വേണ്ടി ഉപേക്ഷിക്കാനും തയ്യാറായി. ആ ഒരു ശ്രീരാമസ്വാമിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്ഥലം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീരാമസ്വാമി സ്വന്തം കൈകൾ കൊണ്ട് ശേഷക്രിയ ചെയ്ത ജടായുവിൻ്റെ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്നു. ജടായുവിന് അറിയാമായിരുന്നു
എനിക്കൊരിക്കലും രാവണനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം പ്രായം കൊണ്ട് വളരെയധികം വൃദ്ധാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ രാവണന് വരം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഈ പ്രപഞ്ച സൃഷ്ടിയിലുള്ള പക്ഷികളാലോ നാഗങ്ങളാലോ ഗന്ധർവന്മാരാലോ ആരാലും എനിക്ക് മരണം സംഭവിക്കരുത്, മനുഷ്യരിലൂടെ മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. അത് കാരണം ജഡായുവിലൂടെ ഒരിക്കലും മരണം സംഭവിക്കത്തില്ല എന്നും ജഡായു അറിയാമായിരുന്നു. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പല അനീതിയും അധർമ്മം കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ റെപ്യൂട്ടേഷൻ, നമ്മുടെ കാര്യം ഓക്കെ ആയിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ കൺമുന്നിൽ ഒരു അധർമ്മം നടക്കുമ്പോൾ, ഒരു നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ, പ്രത്യേകിച്ചൊരു സാധുവിയായിട്ടുള്ള സ്ത്രീ, പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീയെ അപമാനിക്കുമ്പോൾ നമുക്കതെങ്ങനെ കണ്ട് നിൽക്കാൻ പറ്റും? എല്ലാ ദൈവന്മാരും അത് കണ്ടു കഴിഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ, സത്യം പറഞ്ഞാൽ രാവണൻ സീതാദേവിയെയും രാമനെയും ട്രാപ്പിലാക്കി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഭഗവാന്റെ വലിയൊരു ട്രാപ്പായിരുന്നു. പക്ഷേ ഈ ഒരു ട്രാപ്പിലൂടെ നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. നമ്മളൊരിക്കലും സ്ത്രീജനങ്ങളെ ദ്രോഹിക്കരുത്, സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകളും ഒരു നദിയെപ്പോലെയാണ്, അവരുടെ മര്യാദ അവർ ഒരിക്കലും ലംഘിക്കരുത്. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ജഡായു പാറയിലൂടെ പഠിക്കാൻ കഴിയും. തീർച്ചയായിട്ടും സന്ദർശിക്കണം, ജഡായുവിൻ്റെ മുമ്പിൽ നമസ്കരിക്കണം. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ 12 അടി ഉയരമുള്ള അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമുണ്ട്. ഭഗവാൻ വില്ലും പിടിച്ചു നിൽക്കുന്നു. ഭഗവാന്റെ പ്രതിഷ്ഠ കൂടാതെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്, സീതാമയ്യയുടെ പ്രതിഷ്ഠയുണ്ട്, ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഭഗവാൻ സൂര്യവംശിയാണ്, അതുകൊണ്ട് സൂര്യദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് നല്ലൊരു സ്ഥലമാണ് സൂര്യദേവനെ നമസ്കരിക്കാനായിട്ട്. അതുകൂടാതെ ഇവിടെ തന്നെ വീരജഡായുവിൻ്റെ ഒരു ചെറിയ വിഗ്രഹ പ്രതിഷ്ഠയുണ്ട്. വലിയ പ്രതിഷ്ഠയും ജഡായുവിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്. അതുകൂടാതെ ഒരു വിഗ്രഹ രൂപത്തിലും ജഡായുവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. വിഘ്നേശ്വരൻ്റെ ഉണ്ട്, ദക്ഷിണാമൂർത്തി മഹാദേവൻ്റെയും പ്രതിഷ്ഠയുണ്ട്. അതുകൂടാതെ സത്യാനന്ദ സരസ്വതി സ്വാമികൾ, നീലകണ്ഠ ഗുരുക്കൾ, നമ്മുടെ സനാതന ധർമ്മത്തിന് വേണ്ടി ഒരുപാട് സമർപ്പണം ചെയ്ത ഈ 2 ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളുടെയും വിഗ്രഹങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുക, 5:30-ക്കാണ് പൊതുവെ ഇത് അടയ്ക്കുന്നത്. 5:30-ക്ക് ശേഷം മുകളിലോട്ട് കയറാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് വൈകുന്നേരം 5:30-ക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും ഇവിടെ സന്ദർശിക്കണം. വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഏറ്റവും ഉത്തമമാണ്. ഭഗവാന് വേണ്ടി ജീവൻ ത്യജിച്ച ആ ഒരു ജഡായുവിൻ്റെ സ്മരണയ്ക്കായിട്ട് നമുക്ക് ഈ സ്ഥലം സന്ദർശിക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ വലിയൊരു കാരുണ്യം ലഭിക്കും. ഇവിടെ വരുന്നത് അയോധ്യയിൽ പോകുന്നതിന് തുല്യമാണ്. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ജഡായു ഭഗവാന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു സ്ഥലമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാറുള്ള കാര്യമാണ്, പല ഭക്തരോടും പറയുന്ന കാര്യമാണ്. ഹനുമാൻ സ്വാമി എപ്പോഴും വിജയിക്കും. ഏതൊരു കാര്യത്തിനും ഹനുമാൻ സ്വാമി പോയി കഴിഞ്ഞാൽ അതിലൊരിക്കലും പരാജയപ്പെടാറില്ല. ജഡായു നമ്മുടെ നോട്ടത്തിൽ നോക്കുമ്പോൾ പരാജിതനായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന്റെ മുമ്പിൽ ഒരു അണ്ണാനാണെങ്കിലും ജഡായു ആണെങ്കിലും ഹനുമാനാണെങ്കിലും ഭഗവാൻ നോക്കുന്നത് നമ്മൾ ഭഗവാന് വേണ്ടി എത്രത്തോളം നമ്മുടെ ഭാഗത്തു നിന്ന് എഫേർട്സ് ഇടുന്നു. അതേപോലെ നമുക്ക് വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കാട്ടി ഉപരി അവർക്ക് നമ്മളോട് എത്രമാത്രം ആത്മാർത്ഥത, സ്നേഹമുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ക്വാണ്ടിറ്റി ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ് ഈസ് ദ ക്വാളിറ്റി. കണ്ടൻറ്റ് അല്ല, ഇൻറ്റൻറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ദ തിങ്, ഇറ്റ് ഈസ് ദ തോട്ട്. വസ്തു അല്ല ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അത് തരുന്നതിൻ്റെ പുറകിലുള്ള ആ വ്യക്തിയുടെ ഉദ്ദേശം, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ്, സീതാമയ്യ കി ജയ്, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി കി ജയ്, ഭക്തജഡായു കി ജയ്, ഹനുമാൻ സ്വാമി കി ജയ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ സ്ഥലം സന്ദർശിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളെ മറികടക്കാൻ ഈ സ്ഥലം സഹായിക്കും. ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം.